ഇന്ന് നോക്കുമ്പോൾ രാവിലെ തന്നെ ഇതാ രണ്ടാളും കൂടി അടുപ്പെല്ലാം കത്തിച്ച് വെള്ളമെല്ലാം ചൂടാക്കുന്നുണ്ടേ. ഇതാ തുനിയതാ മുട്ടയിലെടുത്ത് വെള്ളത്തിലിടുന്നുണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലേ. ഇതാ മുട്ടയെല്ലാം പുഴുങ്ങി മുട്ട രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഇതാ മാവെല്ലാം കലക്കുന്നുണ്ട്. മാവിന്റെ കളറ് കാണുമ്പോൾ കടലമാവ് പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണയിലിടുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മറിവായോ, എണ്ണയിലിടുമ്പോൾ മുട്ട ഉള്ളിയായി. അപ്പോഴാണ് കാര്യം മനസ്സിലായത് കേട്ടോ. വേറൊന്നുമല്ല, ഇന്ന് ധോനീൻ്റെ സ്കൂളിൽ പലഹാരമേള നടക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാളും കൂടി അതിനുള്ള തയ്യാറെടുപ്പിലാട്ടാ. അപ്പോൾ ധോനീൻ്റെ ക്ലാസ്സിൽ 2 സ്വാമിമാരുണ്ട്. അപ്പോൾ അവരുള്ളതുകൊണ്ടാണ് ധോനി ആദ്യം പക്കുവടി ഉണ്ടാക്കാൻ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ആദ്യം കുറച്ച് പക്കുവടി ഉണ്ടാക്കിയതാണ്. രണ്ടാമതാണ് ഇവർ മുട്ട ബജ്ജി ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട ബജ്ജിയാണ് ഇവളെ മെയിൻ റെസിപ്പി കേട്ടോ. അങ്ങനെ രണ്ടാളും കൂടി മുട്ട ബജ്ജിയെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതിലിടയ്ക്ക് ഓള് കുളിച്ചിട്ട് വന്നു കേട്ടോ ധോനി. ഇന്ന് ശിശുദിനം കൂടിയാണ്, അതുകൊണ്ടാണ് വെള്ള ഡ്രസ്സും റോസാപ്പൂ എല്ലാം കുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടുപ്പത്ത് നിന്ന് വാങ്ങി മുട്ട ബജ്ജി. വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവക്ക് ഒന്നെങ്കിലും തോണ്ടണം. അങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടേ. അതിന് കഴിഞ്ഞ് പാക്കിംഗ് സെക്ഷൻ ആയി ഏട്ടാ. ഞാനാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പാക്ക് ചെയ്താലേ ശരിയാവുന്ന അവർ പറയുന്നത്. അങ്ങനെ രണ്ടും പാക്ക് ചെയ്ത് വേറെ വേറെ ആക്കി സെറ്റാക്കി കൊടുത്തു. പലഹാരം ഉണ്ടാക്കലുകൊണ്ട് സമയം അങ്ങ് പോയി കേട്ടാ. പോരാത്തതിന് സ്കൂൾ ബസ്സും അങ്ങ് പോയി. പിന്നെ എനിക്ക് സ്കൂൾ വരെ പോകേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഓളെയും കൂട്ടി നേരെ സ്കൂളിലേക്ക് വിട്ടേ. സ്കൂളിൽ പോയാൽ രണ്ടുണ്ട് കാര്യം, സ്കൂളിലെ പലഹാരം ഒന്ന് കാണുകയും ചെയ്യാലോ. അങ്ങനെ ഞാനും ധ്വനിയും സ്കൂളിലെത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും പ്രാർത്ഥന കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവർക്കൊരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായിരുന്നു, മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നേരെ ധോനിയുടെ ക്ലാസ്സിലേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ധോനിയുടെ കൂട്ടുകാരികൾ കേട്ടോ. എല്ലാവരും വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് റോസാപ്പൂക്കെ കുത്തി വന്നിട്ടുണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയാണ് കേട്ടോ. എന്നെ കണ്ടപ്പോൾ ബോയ്സ് ആണെങ്കിൽ അതിലേറെ ഹാപ്പി. എല്ലാവരും വൈബടിച്ച ടീമാണ് കേട്ടോ. വൈബ് പറഞ്ഞ് എല്ലാവരും. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഇപ്പോഴാണ് പലഹാരങ്ങൾക്കായി ഡെസ്കും ബെഞ്ചൊക്കെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. പലഹാരങ്ങൾ നിരത്തി വെക്കാൻ ഷഫീദ ടീച്ചറും കുട്ടികളും ഇത് അതിലൊക്കെ കൊത്തിക്കൊണ്ടുവന്ന് സജ്ജമാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഞാൻ കഞ്ഞിപ്പുരയിലേക്ക് പോയേ. അവിടെ ഇതാ പുഷ്പേച്ചി ചോറായി കറിക്കുള്ള കഷ്ണങ്ങൾ മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ ചോറിപ്പുറം വാർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറം മുട്ട പുഴുങ്ങാൻ വേണ്ടി അടുപ്പത്തുണ്ട് കേട്ടോ. എനിക്ക് കുട്ടികൾക്ക് മുട്ടയൊന്നും വേണ്ടി വരില്ല, കാരണം എന്ന് വെച്ചാൽ പലഹാരങ്ങളല്ലേ എനിക്ക് തിന്നുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതാ നേരെ LKG കുട്ടികളെ കാണാൻ പോയി കേട്ടോ. ഇതൊക്കെയാണ് LKGയിലെ അപ്പോഴേക്കും തൊട്ട ഇപ്പുറത്ത് അനിത ടീച്ചറും ദിവ്യ ടീച്ചറും പലഹാരങ്ങൾ നിരത്തി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫൈസ ടീച്ചർ ഇതാ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പോഴാ കുട്ടികളൊക്കെ ഷഫീദ ടീച്ചറെടുത്ത ഐറ്റംസ് കൊണ്ടു കൊടുക്കുന്നുണ്ട് നിരത്തി വെക്കാൻ വേണ്ടി. കുട്ടികളൊക്കെ നിരത്തി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ഐറ്റംസ് തന്നെ കുറേ ആൾ കൊണ്ടുവന്നുകൊണ്ട് എല്ലാം ഒന്നിച്ചാണ് ഇടുന്നത് കേട്ടോ. അങ്ങനെ സംഭവം എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. അങ്ങനെ കുട്ടികളൊക്കെ എല്ലാ പലഹാരങ്ങളും കണ്ട് മനസ്സിലാക്കി കേട്ടോ. അത് പ്ലേറ്റും എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വേണ്ട സാധനം പിള്ളേർക്ക് വേണ്ട പോലെ എടുത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും പ്ലേറ്റ് എടുത്തിട്ട് വേണ്ട സാധനം എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ജിലേബി വെച്ച സ്ഥലമെല്ലാം കാലിയാണ്. കുട്ടികൾക്കെല്ലാം അതുപോലത്തെ സാധനം വേണ്ടു, ജിലേബി. ഇപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് ആ ലേസിൻ്റെ വലിയൊരു കൊട്ട കൊണ്ടുവച്ചാൽ പിള്ളേർ ലേസ് കൊടുത്തിട്ട് പോകും. അപ്പോൾ ഇതൊന്നും കഴിക്കില്ല. അപ്പോൾ പിള്ളേർ സാധനം എടുത്ത് പോയി ഓരോ സ്ഥലത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ധോനി അതാ ക്ലാസ്സിലും കൊണ്ടുപോയിരുന്ന് അവർ 3 പേരും കഴിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സാധനം ഒന്നിനൊന്നും വെച്ചായിരുന്നു കേട്ടോ. എല്ലാം ഞാനും ടേസ്റ്റ് നോക്കി. ധോനിത എൻ്റെ വായിലൊക്കെ വെച്ചിരുന്നുണ്ട്. 2-3 ഐറ്റംസ് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അതൊക്കെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു. അവസാനം ഇതൊക്കെയാണ് ബാക്കിയായത് കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു തന്നെ, ഞാൻ പറയുന്നതല്ല. ഇതുപോലത്തെ ഒരു ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാൽ എല്ലാവരും അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കും, നല്ല ടേസ്റ്റായിട്ട്. പക്ഷേ ഒരു കമ്മിറ്റിക്ക് വിളിച്ചാൽ ഒരാളും ഈ പരിസരത്ത് അപ്പോൾ ഇത് എന്നെ കൊണ്ടും പറഞ്ഞതാണ് ടീച്ചർ. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കി വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.